മാതാ ഹോട്ടലിലെ നല്ല സ്പെഷ്യൽ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ? വെറും 4 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റാണ് മാതാ ഹോട്ടലിലെ ബീഫ് റോസ്റ്റ് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ബീഫാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയുള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളി എന്നൊക്കെ പറയുന്ന ഉള്ളി, പിന്നെ അതുപോലെ വറ്റൽമുളക്, ഉണക്കമുളക്, അത് ഇതുപോലെ നെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ശേഷം നമ്മുടെ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ എടുക്കേണ്ടത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഒന്ന് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ബീഫ് കൂടി ഇതിലേക്കൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയും ഈ ഇറച്ചിയൊക്കെ പാടെ മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് ക്രഷ് ചെയ്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ഇറച്ചിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഇളക്കി കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് ഇളക്കുക. അങ്ങനെ സംഭവമെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറും മൂടിയൊക്കെ ഒന്ന് അടച്ച് വെച്ച് ഒരു 7 വിസിലിൽ വേവിച്ചെടുക്കുക. ഈ 7 വിസിൽ കഴിയുന്നതോടുകൂടി നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റിന് വെക്കാം. പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ കഴിഞ്ഞ് ഇത് എടുത്ത് നോക്കുമ്പോഴത്തേ ഈ ഒരു പരുവത്തിലായിരിക്കും നമുക്ക് നമ്മുടെ ബീഫ് കിട്ടും കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രേവി അതിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വെള്ളവും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടുണ്ട്, ബീഫിൽ തന്നെ ഇറങ്ങും. അപ്പോൾ ആ ഗ്രേവിയാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാതാ ഹോട്ടലിലെ ബീഫ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിനൊരു കറക്റ്റ് ഒരു റോ മീറ്റിൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസായിട്ട് വരുമ്പോൾ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്ക് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.